Hi friends, welcome back to Neha Food Stories. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ചേന ഫ്രൈ. അപ്പോൾ ഫിഷ് ഫ്രൈയും അതുപോലെ ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിന്ന് ചേന ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ചേന ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോൾ നല്ല പൊടിയുള്ള ചേന വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കോണാകൃതിയിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് കനത്തിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. അധികം തിന്നായിട്ടും കട്ട് ചെയ്യരുത്, അതുപോലെ നല്ല തിക്കിലും കട്ട് ചെയ്തെടുക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചേന ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേന ഇട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അധിക സമയമൊന്നും വേവിക്കണ്ട, തുറന്നു വെച്ച് തന്നെ വേവിച്ചാൽ മതി, അടച്ചൊന്നും വെക്കേണ്ട. അപ്പോൾ നമ്മൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ചേന ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. 5 മിനിറ്റാണ് ഞാനിപ്പോൾ അത് വേവിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചേനയ്ക്ക് ഇതിൽ നിന്ന് മാറ്റാം. തണുത്തതിന് ശേഷം വേണം അത് മാരിനേറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരുപാട് വേവിച്ചുടക്കരുത് കേട്ടോ, അത്യാവശ്യത്തിന് മാത്രം വേവിച്ചാൽ മതി. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വെന്തോളും. ചേന ഫ്രൈ ചെയ്യാനൊരു മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ കറി മസാല. ഇതിന് പകരം ഗരം മസാല വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ചേന ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇനി 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ലെമൺ ജ്യൂസിന് പകരം വിനാഗിരി ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചേന വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർക്കാം, മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്താണെങ്കിലും ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചേനയുടെ കഷ്ണങ്ങൾ ഇതിലിട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം വേണം കേട്ടോ മാരിനേറ്റ് ചെയ്യാൻ. അപ്പോൾ ഓരോ ചേന കഷ്ണത്തുമേ ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യായിരിക്കും നല്ലത്, എന്നാലാണ് ഓരോ കഷ്ണത്തുമേ നന്നായിട്ട് മസാല പിടിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒക്കെ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചോളും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷമാണ് ചേന ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാനിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നമ്മൾ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഇതിലോട്ട് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചേന കഷ്ണങ്ങളിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. മസാലയൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യണം. കുറച്ച് ടൈം എടുക്കും കേട്ടോ അതൊന്ന് ഫ്രൈ ആയി വരാൻ. അപ്പോൾ നമുക്ക് ഒരു വശം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു വശം. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഫിഷ് ഫ്രൈ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചേന ഫ്രൈ ഒക്കെ ഉണ്ടായാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഊണ് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ ചേന നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ തന്നെ മസാലയൊക്കെ ഏകദേശം കരിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓയിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ചേന. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓയിൽ മാത്രം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ, എന്നിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചേന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല പൊടിയുള്ള ചേന കൊണ്ട് ഉണ്ടാക്കണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്